ആക്ഷൻ പ്രേമികൾക്കായി ഒരു ട്രീറ്റ് ആണ് ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വാഗ്ഡിൻ എന്ന ചൈനീസ് മൂവി. സിനിമ തുടങ്ങുന്നത് മുതലേ നമ്മളെ ആക്ഷൻ സീക്വൻസിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോവുകയാണ് ഈ സിനിമ. ഒരു മാഫിയ വേൾഡിൽ നടക്കുന്ന കഥയാണ് സിനിമ പറയുന്നത്. ആക്ച്വലി ഹിസ്റ്ററി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മെയ്ഡപ്പ് ഗാങ്സ്റ്റർ സീനറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമുക്കത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു അഭയാർത്ഥിയായ നായകൻ കോലൂൺ എന്ന വാൾഡിൻ സിറ്റിയിലേക്ക് പാസ്പോർട്ട് പോലത്തെ ഒരു രേഖയില്ലാതെ വരുന്നു. അങ്ങനെ ഈ നായകൻ ജീവിക്കാൻ കഷ്ടപ്പെടുകയാണ്. ഇതേ സിറ്റിയുടെ മാഫിയ ലീഡറായ സൈക്ലോൺ എന്ന ക്യാരക്ടർ നായകനെ കാണുകയും ശേഷം നായകന്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളും അവിടുത്തെ ഗാങ്സ് തമ്മിലുള്ള ഫൈറ്റും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ആക്ഷന്റെ കാര്യത്തിൽ ഒരു കുറവ് ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. അത്ര ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഫിലിം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ ആക്ഷൻ കൊണ്ട് അമ്പരപ്പിക്കും. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജോൺ വിക്കിലൊക്കെ കാണുന്ന പോലെ അത്ര റിയലിസ്റ്റിക് ആക്ഷൻ അല്ല. റോപ്പിന്റെ ഒക്കെ ഉപയോഗം ചില സീക്വൻസിൽ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഓവറോൾ ആക്ഷൻ നല്ലതാണ്. ആക്ഷൻ സീൻസ് അത്യാവശ്യമുണ്ട്. നമുക്ക് ഈ സിനിമ കണ്ടിട്ട് ആക്ഷൻ കുറഞ്ഞു പോയി എന്നൊന്നും തോന്നത്തില്ല. ഈ സിനിമയിലെ ആക്ഷൻ സീക്വൻസസ് ഇത്തിരി ഡിഫറെന്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സ് ഓവർ പവേർഡ് ആണ്. അപ്പോൾ അവരുടെ ആക്ഷൻസും അതുപോലെ ആയിരിക്കും. ഇച്ചിരി സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതായത് വില്ലന്മാരുടെ കൂടെ ഒരാൾക്ക് സ്പിരിറ്റിന്റെ പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ചിലപ്പോ ചൈനീസ് മിത്തോളജിയിലുള്ള ഏതെങ്കിലും സ്പിരിറ്റ് പവർ ഒക്കെ ആയിരിക്കും. അതായിരിക്കും അവർ ഈ സിനിമയിൽ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ അതെല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം സിനിമയിൽ എന്താണ് ഈ സ്പിരിറ്റ് പവർ, എങ്ങനെയാണ് സ്പിരിറ്റ് പവർ ആ വില്ലന് കിട്ടുന്നത് എന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ ക്യാരക്ടറിന് സ്പിരിറ്റ് പവർ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് തന്നെ നായകന്റെ ഗാങ്ങിലുള്ള ഒരു പുള്ളി പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിന്റെ അറ്റാക്ക് ചെയ്യാൻ വളരെയധികം പാടാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഹിസ്റ്റോറിക്കലി റിലേറ്റഡ് ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയി നടന്നതാണ് എന്ന് കാണിക്കുമ്പോൾ ഈ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് എന്തിനായിരുന്നു എന്ന് നമുക്ക് ഉള്ളിൽ തോന്നിപ്പോകും. അതൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നി. ഈ സൂപ്പർ നാച്ചുറൽ പവറും ഓവർ പവേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒഴിച്ച് കഴിഞ്ഞാൽ ആക്ഷനും സൗഹൃദവും റിവെഞ്ചും ഒക്കെ അടങ്ങുന്ന ഒരു മാഫിയ ട്രയാഡ് സിനിമയാണ് ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ്. നായകന്റെ കൂടെ ഫ്രണ്ട്സ് പോലെ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ സിനിമയുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രണ്ട്സ് സർക്കിളിന് ഓർമ്മ വരും. അതുപോലെ തന്നെ സൈക്ലോൺ എന്ന ക്യാരക്ടറും അടിപൊളിയാണ്. ഈ ഒരു ക്യാരക്ടറിന് ഒത്തിരിയധികം ഫാൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അത്ര ഒരു സ്വാഗ് ലീഡറാണ് സൈക്ലോൺ. ഈ ഒരു ക്യാരക്ടറിന് സിനിമയിൽ നല്ല റെലവൻസ് ഉണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ മൊത്തം പോകുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ഹിസ്റ്ററി പറയുന്നുണ്ട്. തുടക്കത്തിലെ ആ ഒരു സിറ്റിയും ആ ഒരു ഗാങ്സ്റ്റേഴ്സും ആ ഒരു ട്രയാഡും ഒക്കെ എങ്ങനെ രൂപീകരിച്ചു എന്നൊരു ചെറിയ ഹിസ്റ്ററി പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് വായിച്ചു പോയില്ലെങ്കിൽ പെട്ടെന്ന് ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു, ഇതൊക്കെ ആരാ എന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു പാടുണ്ടായിരിക്കും. സോ അതൊന്ന് മനസ്സിൽ വെച്ച് കാണുക. തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക. കുറെ നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഒരു നല്ല ആക്ഷൻ മൂവിയാണ് ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വാൾഡിൻ എന്ന ഈ ചൈനീസ് മൂവി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.